പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഡിസംബർ 3 ബുധൻ. 1 കൊരിന്ത്യർ 1-ാം 3-ാം വാക്യം. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നാം ഇന്ന് ജീവിക്കുന്ന ലോകത്തിൽ വാർത്തകൾ നമ്മെ നടുക്കുകയാണ്. ഓരോ ദിവസവും അനിശ്ചിതത്വങ്ങളിൽ നിന്ന് അനിശ്ചിതത്വങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. ചിലർ ഭയത്തോടെയാണ് ജീവിക്കുന്നത്. ചിലർ സ്വന്തം ശക്തിയുടെ വാതിൽ തട്ടിയാണ് മുൻപോട്ട് ജീവിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ നാം വായിച്ചു കേട്ടതായ വചനം നമ്മുടെ ഒരു വലിയ സത്യം തുറന്നു കാട്ടുകയാണ്. നമ്മുടെ ജീവിതം നമ്മുടെ കഴിവിൽ തുടങ്ങുന്നില്ല, ദൈവത്തിൻ്റെ കൃപയിലാണ് അത് ആരംഭിക്കുന്നത്. ഇവിടെ പ്രതിപാദിക്കുന്ന കൃപ നമ്മുടെ തുടക്കത്തിൻ്റെ അടിത്തറയാണ്. ഇത് പൗലോസ്ലീഹായുടെ എല്ലാ ലേഖനങ്ങളുടെയും തൂണ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. നാം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുകയാണ്, കൊരിന്ത്യ സഭ അവിടെ കലഹം, പാപം, അച്ചടക്കക്കുറവ് ആദിയായവ മൂലം പരിപൂർണമായിരുന്നില്ല. എന്നാൽ പൗലോസ് അവരെ ശാസിക്കുന്നില്ല, അവരെ ഓർമ്മിപ്പിക്കുന്നത് കൃപയെക്കുറിച്ചാണ്. കാരണം കൃപയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ മനുഷ്യർ മാറുന്നു, ശാസിക്കുമ്പോൾ മനുഷ്യർ പ്രതിരോധിക്കുന്നു. ഇന്ന് ദൈവം നമ്മോടും ഇതുതന്നെയാണ് പറയുന്നത്. നാം യോഗ്യരായതുകൊണ്ടല്ല അവൻ നമ്മെ വിളിച്ചത്, പിന്നെയോ ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. വീണ്ടും വേദഭാഗത്തിൽ കാണാൻ സാധിക്കുന്നു സമാധാനത്തെക്കുറിച്ച്. സമാധാനം നമ്മുടെ ജീവിതയാത്രയുടെ ശക്തിയായി തീരണം. എബ്രായ ഭാഷയിൽ ശാലോം, യഹൂദന്മാരുടെ ആശംസ, ഈ വാക്കിൻ്റെ അർത്ഥം ആഴമേറിയതാണ്. അത് ആന്തരിക ശാന്തി, ബന്ധങ്ങളുടെ പുതുക്കൽ, ദൈവത്തോടുള്ള ശരിയായ ബന്ധം ആദിയായവയൊക്കെ സൂചിപ്പിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, നാം ആയിരിക്കുന്നതായ ഇടത്ത് കലഹങ്ങൾ ഉണ്ടാകാം, പക്ഷേ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സമാധാനം നിറഞ്ഞിരിക്കുകയാണ്. പുറത്ത് കൊടുങ്കാറ്റ് വീശട്ടെ, മനുഷ്യർ തെറ്റിദ്ധരിക്കട്ടെ, പരീക്ഷണങ്ങൾ കൂടട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ സമാധാനം നമ്മെ പ്രതിരോധിക്കുന്ന അന്തരംഗ ശക്തിയാണ് എന്നത് ഉൾക്കൊണ്ട് അതനുഭവിച്ച് ജീവിക്കുന്നവരായി തീരണം എന്ന് പൗലോസ്ലീഹ നമുക്ക് ആഹ്വാനം നൽകുകയാണ്. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ കാഴ്ചയും ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അത് പ്രത്യാശയുടെ ഒരു കാഴ്ചയാണ്. മറ്റുള്ളവർ നമ്മെ ദുർബലൻ, പരാജിതൻ, വീഴ്ചകളുള്ളൻ എന്നൊക്കെ കണ്ടേക്കാം. എന്നാൽ ദൈവം നമ്മെ കാണുന്നത് കൃപയിൽ വളരുന്നതായ എൻ്റെ പുത്രന്മാർ, എൻ്റെ പുത്രിമാർ എന്നതാണ്. ദൈവം നമ്മെ വിളിച്ചു, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം. അതിനാൽ നാം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്, കൃപയാണ് നമ്മുടെ തുടക്കം. സമാധാനമായിരിക്കണം നമ്മുടെ യാത്ര, സ്തോത്രമായിരിക്കണം നിലപാട്, പ്രത്യാശയുടെ ഒരു ഭാവി നമുക്കുണ്ടാകണം. കാരണം നമ്മെ വിളിച്ചതായ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. ആ പ്രത്യാശയിൽ നമുക്ക് മുന്നേറുവാൻ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സൃഷ്ടിക്കുവാൻ ഇടയായി തീരണം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ പിതാവേ, അവിടുത്തെ കൃപയും സമാധാനവും ഇന്ന് ഞങ്ങൾ പുതുക്കുന്നു. നീ നൽകിയ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ വിളിച്ചതും മുൻപോട്ട് കൊണ്ടുപോകുന്നതും അവിടുന്ന് തന്നെയാണല്ലോ. ഞങ്ങളുള്ളതായ ഭയത്തെ നിന്റെ സമാധാനത്താൽ മാറ്റണമേ. ഞങ്ങളുടെ പരിമിതികളെ കൃപയാൽ മാറ്റണമേ. ഞങ്ങൾ വീഴുന്നിടത്തെല്ലാം നിന്റെ കൈ ഞങ്ങളെ ഉയർത്തിക്കൊള്ളണമേ. നീ തുടങ്ങിയത് നീ തന്നെ പൂർത്തിയാക്കും എന്ന വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.